ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ സംയുക്ത പ്രതിരോധ കരാർ പുതുതായിട്ട് വീണ്ടും ഒപ്പുവെക്കുന്നു. അതായത് ഇസ്രയേലുമായിട്ടുള്ള സൈനിക പ്രതിരോധ മേഖലയിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ പുതിയ നീക്കം നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സംയുക്ത വർക്ക് ഗ്രൂപ്പിൻ്റെ 17ാമത്തെ യോഗമാണ് ടെൽ അവീവിൽ നടന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് കുമാർ സിംഗ്, അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്ട്രിയിലെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള മേജർ ജനറൽ അമീർ ബറാമും തമ്മിലാണ് ഈ പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചത്. അതായത് AI അധിഷ്ഠിതമായിട്ടുള്ള ടെക്നോളജി വികസിപ്പിക്കുന്ന കാര്യത്തിൽ, നിർണായകമായ ആയുധങ്ങളുടെ ഗവേഷണത്തിൽ, നിർമ്മാണത്തിൽ പങ്കുവെക്കലിൽ, പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട്, പ്രതിരോധ വ്യാവസായിക നീക്കത്തെ ബന്ധം ദൃഢമാക്കാൻ തുടങ്ങിയ ഉടമ്പടികളിലാണ് ഇരു രാജ്യങ്ങളും കൂടി ഒപ്പുവെക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് കുമാർ സിംഗ് അവിടുത്തെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്താണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെന്നും ഇസ്രയേലിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോൾ വികസനത്തിലും നിർമ്മാണത്തിലുമായിട്ട് സംയുക്ത ഗവേഷണ പര്യവേഷണ പരിപാടികളൊക്കെ ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ ഇസ്രയേലുമായിട്ട് ആഴത്തിലുള്ളതും പരസ്പര വിശ്വാസത്തിൽ ഊന്നിയതുമായിട്ടുള്ള ബന്ധം എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പങ്കിട്ട സുരക്ഷാ താൽപ്പര്യങ്ങളിൽ കൂടുതൽ ദൃഢമാക്കാനാണ് ഇപ്പോൾ കരാർ സഹായിക്കുന്നത്. എന്തായാലും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്നതാണ് ഈ കരാർ ഒപ്പുവെച്ചതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടമെന്ന് പറയുന്നത്. കാരണം സഹകരണ വികസനം, സഹകരണ ഉൽപ്പാദനം എന്നിവ സാധ്യമാക്കുന്ന കരാർ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇസ്രയേലുമായിട്ട് സൈനിക കരാറിൽ നമ്മൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. മൊത്തം വാങ്ങുന്ന ആയുധങ്ങളിൽ ഏതാണ്ട് 34% നമ്മൾ ഇസ്രയേലുമായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വാങ്ങുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് $2.9 ബില്യൺ ആയുധ ഇടപാടുകൾ നടത്തുന്നു. അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നമ്മൾ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്, 36%. അത് കഴിഞ്ഞാൽ ഇസ്രയേലാണ്. തിരിച്ച് ഇസ്രയേലും നമ്മളുമായിട്ട് അത്തരത്തിലുള്ള സഹകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് അമേരിക്ക ഇസ്രയേലിനെ സഹായിക്കാതിരുന്നിരുന്നു. ആ സമയത്ത് ഇന്ത്യ സഹായവുമായിട്ട് വന്നു. അങ്ങനെയാണ് ഇന്ത്യയുമായിട്ടുള്ള ഇസ്രയേലിൻ്റെ ബന്ധം കൂടുതൽ ലോകത്തിന് മുന്നിൽ വെളിവായത്. ഇവിടെ ഇപ്പോൾ $900 മില്യൺ 6 വാണിജ്യ വിമാനങ്ങളെ ഈ ഫ്യൂവൽ, അതായത് റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റ് ആക്കി മാറ്റുന്ന ഒരു പദ്ധതിയിൽ നമ്മൾ ഒപ്പുവെക്കുന്നുണ്ട്. അതൊരു വലിയ പദ്ധതിയാണ്. ഇസ്രയേലാണ് അതിൻ്റെ ടെക്നോളജി എല്ലാം നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മുടെ വാണിജ്യ വിമാനങ്ങളെ ആകാശത്ത് വെച്ച് യുദ്ധവിമാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇതുകൂടാതെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് $4.65 ബില്യൺ വലിയൊരു പദ്ധതിയും ഇന്ത്യയുമായിട്ട് ചേർന്ന് നടപ്പാക്കുന്നുണ്ട്. ഇതിൽ $3.75 ബില്യൺ കരസേനയ്ക്കായിട്ട് റോക്കറ്റ് നിർമ്മാണത്തിനാണ് ചെലവാക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ റോക്കറ്റുകൾ നിർമ്മിക്കുന്നത്. ഇസ്രായേലിലെ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന സ്ഥാപനവുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഇടത്തരം സർഫസ് ടു എയർ മിസൈൽ, അതായത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ നിർമ്മിക്കുന്നു. ഇത് ഇസ്രായേലിൻ്റെ വജ്രായുധങ്ങളിൽപ്പെട്ടതാണ്. അത് ഇന്ത്യക്ക് തരാനും തയ്യാറാണ്. ഇവിടെ മറ്റ് ചില കാര്യങ്ങളോട് നമ്മൾ നോക്കണം. കാരണം ഗസയുമായുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് തുർക്കി അവിടെ ചില ഇടപെടലുകളൊക്കെ നടത്തുന്നു. തുർക്കി സേന വേണമെങ്കിൽ ഹമാസിനെ സഹായിക്കാൻ എന്നുള്ള രീതിയിൽ അവിടേക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇസ്രയേൽ അതിനെ കൃത്യമായിട്ട് എതിർത്തു, വേണ്ട എന്ന് നിലപാടെടുത്തു. പാകിസ്ഥാനിൽ നിന്ന് കുറേ അധികം സൈനികരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും തുർക്കിയുടെ തന്ത്രമാണ്. തുർക്കി സൈനികരും പാക് സൈനികരുമൊക്കെ അവിടേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനെ പരോക്ഷമായി നേരിടുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇത് നിഷേധിച്ചതോടുകൂടി തുർക്കി ഭരണാധികാരിയായ തൊയ്ബ് എർദോഗൻ പറയുന്നു, ഞങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും. എങ്ങനെ? അന്താരാഷ്ട്ര കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പ്രസിഡന്റാണ് ബെഞ്ചമിൻ നെതന്യാഹു. അങ്ങനെയുള്ള നെതന്യാഹുവിനെ ഞങ്ങൾ മറ്റേതെങ്കിലും രാജ്യത്ത്, തുർക്കിയിലേക്ക് ചെന്നാലേ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അത്തരത്തിലുള്ള ചില ഗൂഢാലോചനകൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്ക തുർക്കിയുമായിട്ട് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെയാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള പ്രതിരോധ കരാറിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ വാങ്ങാനായിട്ട് 2 രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒന്ന് റഷ്യയും മറ്റൊന്ന് ഇസ്രയേലുമാണ്. റഷ്യയ്ക്ക് നിലവിൽ നമ്മൾ എണ്ണയൊക്കെ മേടിച്ച് സഹായം ചെയ്യുന്നുണ്ട്. ഇവിടെ ഇസ്രയേലിന് നമ്മൾ സഹായം ചെയ്യുന്നത് ഏതെങ്കിലും കാരണവശാൽ അമേരിക്കൻ സഹായം കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ഒന്ന് മുടങ്ങുകയോ ചെയ്താൽ ഇന്ത്യൻ സഹായം വേണം. അപ്പോൾ ലോകത്തെ സൈനിക ശക്തികളിൽ 4ാമതായിട്ട് നിൽക്കുന്ന
ഇന്ത്യയുമായിട്ട് പ്രതിരോധ കരാറുകളിൽ ഒപ്പുവെക്കുന്നത് ആ രാജ്യത്തിനും വലിയ നേട്ടം തന്നെയാണ്. ഇപ്പോൾ ആയുധ വിപണിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയുമായിട്ട് ചേർന്ന് ബരാക് 8 എന്ന് പറയുന്ന വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനം ഇരു രാജ്യങ്ങളും ചേർന്ന് വികസിപ്പിക്കുന്നു. അപ്പോൾ തന്ത്രപരമായിട്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിൽ ഇസ്രയേലിന് വലിയ മുൻതൂക്കമുണ്ട്. അതോടൊപ്പം തന്നെ ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ട് ഇന്ത്യ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഒക്കെ ഡ്രോണുകളെ പോലും തടഞ്ഞ ചരിത്രവുമുണ്ട്. ചുരുക്കം പറഞ്ഞാൽ S-400 കിടപിടിക്കാവുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ബരാക് 8 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം നമ്മൾ നിർമ്മിക്കുന്നത്. കൂടാതെ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് ഈ സർഫസ് മിസൈൽ സർഫസ് ടു എയർ ബാലിസ്റ്റിക് മിസൈലുണ്ട്. ഇത് നിർമ്മിക്കുന്നതിൽ ഇസ്രയേലുമായിട്ട് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നു. നമ്മുടെ വ്യോമസേനയ്ക്ക് വലിയ സഹായം നൽകുന്നതിന് കരസേനയ്ക്ക് വേണ്ടി ഒക്കെ തന്നെ റോക്കറ്റ് നിർമ്മാണവുമായിട്ട് സഹകരിക്കുന്നു. എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു നീക്കം നടത്തുന്നത്. ചുരുക്കം പറഞ്ഞാൽ സുരക്ഷാ താല്പര്യങ്ങളിൽ ഇസ്രയേലുമായിട്ട് നല്ല ബന്ധം വെച്ച് പുലർത്തുന്ന ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഈ ഇസ്രയേൽ വിരുദ്ധ രാജ്യങ്ങൾക്ക് കൂടി ഭീഷണി സൃഷ്ടിക്കുകയാണ്. എന്തായാലും പ്രതിരോധ മേഖലയിൽ ഈ കരാർ ആഗോളതലത്തിൽ നമ്മളുടെ സമാധാനപരമായ നീക്കത്തിന് വിഘാതമാവില്ല. നമ്മൾ ഈ കരാർ ഒപ്പിടുന്ന എന്തിനാ? നമുക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണത്തിന് തുനിഞ്ഞാൽ, പ്രതിരോധിക്കാൻ തുനിഞ്ഞാൽ തിരിച്ചടിക്കുക, ഇതാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പം ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഗസയിലെ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ ഒരു ഉടമ്പടിയുടെ കാര്യം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനോട് യോജിച്ചു. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കാം പൂർണ്ണമായിട്ടും. അങ്ങനെയുള്ള നിലപാടും നമ്മൾ ഇസ്രയേലിന് വേണ്ടി കൈക്കൊള്ളുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ഈ പ്രതിരോധ വ്യാപ്തി ബന്ധമൊക്കെ വർദ്ധിപ്പിക്കാനാണ് തന്ത്രപ്രധാനമായി ഈ കരാറിൽ ഒപ്പിടുന്നത്. ഈ കരാർ കിട്ടിയതോടുകൂടി ഞങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി വ്യക്തമായി എന്നൊക്കെ തന്നെ ഇസ്രയേൽ കാറ്റ്സ് പ്രതിരോധ മന്ത്രിയും പറയുന്നുണ്ട്. ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറ് ഇന്ത്യയിൽ പര്യടനത്തിനായി എത്തി. അദ്ദേഹവുമായിട്ടും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ പരസ്പരം ടെക്നോളജിയുടെ കാര്യത്തിൽ, ആയുധ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ, ഗവേഷണത്തിൻ്റെ കാര്യത്തിൽ, ആയുധങ്ങൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ തീരുമാനിച്ചു എന്നതാണ് ഈ കരാറിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.